ശ്രീ എ സമ്പത്ത്, ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ, അതായത് 80,000 പേരെ ഒരു ദിവസത്തേക്ക് ദർശനത്തിനായി നിജപ്പെടുത്താൻ ഓൺലൈൻ മാത്രമായി ആ ബുക്കിംഗ് സംവിധാനം നിജപ്പെടുത്താൻ ഒക്കെ ഒരു തീരുമാനമെടുക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? നമ്മുടെ ചില ആരാധനാലയങ്ങളിലേക്ക് ഒട്ടനവധി ആളുകൾക്ക്, പ്രത്യേകിച്ചും ചില പ്രത്യേക സമയങ്ങളിൽ, ചില പ്രത്യേക സീസണുകളിൽ അത്തരത്തിൽ വരുന്നതിനുള്ള അതിയായ ആഗ്രഹം ഉള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഏത് ആരാധനാലയം ഏതുമാകട്ടെ, ഇന്ത്യയിലെ ഏത് പ്രദേശത്തായാലും നമ്മുടെ നാട്ടിലായാലും ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അവിടെ തീർത്ഥാടകരെ, ഭക്തരെ, അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിട്ടുള്ള നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കാൻ കഴിയുന്നതായിട്ടുള്ള മറ്റു സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇതെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ എത്തുന്ന വിവിധ ഭാഷക്കാരും വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവരും അതൊക്കെ തന്നെ ഈ കൈകാര്യം ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ നമ്മൾ ഇപ്പോൾ മാധു ഞങ്ങളെല്ലാം ഇരുന്ന് ചർച്ച ചെയ്യുന്നത് പോലെയുള്ള ഒരു വിഷയം, അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്നുള്ളത് അവിടെ ഈ ഗ്രൗണ്ടിൽ അവിടെ നിന്ന് പണിയെടുക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെ ഏകോപനം നടത്തുന്നവർക്കും മാത്രമാണ് അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പറയാൻ കഴിയുക. അവിടെ നമ്മൾ പല ആളുകളും, ഞങ്ങൾ പലരും പലപ്പോഴായി അവിടെ പോയിട്ടുള്ളവരാണ്, ദർശനം നടത്തിയിട്ടുള്ളവരാണ്. മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി അത്തരം കാര്യങ്ങളിൽ എല്ലാവരും അത്തരത്തിൽ പരിശ്രമിക്കാറുള്ളതാണ്. ഗവൺമെൻറ് ഏതുമാകട്ടെ, ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ ആരുമാകട്ടെ, ജീവനക്കാരാരുമാകട്ടെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്കൊരു ക്രമീകരണം വരുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ നമുക്കറിയാം, ഗ്രൗണ്ട് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സർക്കാരിന് വിമർശനം കേൾക്കേണ്ടി വരുന്നത്. 9 മാസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ ഏതാണ്ട് 1,10,000 പേർ, 1,15,000 പേരൊക്കെ ഒരു ദിവസം ദർശനത്തിനായി എത്തുന്നു എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് അന്ന് സ്പോട്ട് ബുക്കിംഗ് കൂടിയുണ്ട്. ഇപ്പോൾ ഈ ഓൺലൈൻ മാത്രമായി ഓൺലൈൻ ബുക്കിങ്ങിലൂടെ മാത്രമുള്ള ദർശനം എന്ന് പറയുന്നത് അത്ര പ്രായോഗികമാണോ? കാരണം അങ്ങനെ ഓൺലൈൻ സൗകര്യം ഉപയോഗിച്ച് മാത്രം പോകാൻ കഴിയുന്നവർ ആണോ അയ്യപ്പ വിശ്വാസികൾ എന്ന് പറയുന്നത്? പലയിടങ്ങളിൽ നിന്ന് വരുന്നവർ, പല സാഹചര്യങ്ങളിലുള്ളവർ ഒക്കെയുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ പോകുന്നതിന് മുമ്പ് നിർബന്ധമായും അക്ഷയ സെൻറ്ററിൽ പോകണമെന്ന് നമുക്ക് കടമ്പിടുത്തം പിടിക്കാൻ കഴിയില്ല. അതിനുള്ള പരിഹാരം എന്താണ് സർക്കാരിന് മുന്നിൽ? ഇത് നോക്കൂ, ഇപ്പോൾ നമ്മൾ ഈ കോവിഡ് മഹാമാരിയുടെ കാലത്തും നമ്മൾ ഇത്തരത്തിലുള്ള കുറേ ക്രമീകരണങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ഏർപ്പെടുത്തേണ്ടതായി വന്നു. അതിന് വേണമെങ്കിൽ നിയന്ത്രണങ്ങൾ എന്ന് അക്കാലത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം, അത് ചില നിയന്ത്രണങ്ങൾ എന്നൊക്കെ ഉള്ള നിലയിൽ. പക്ഷേ ഞാനിത് ക്രമീകരണങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് ദേവസ്വം ബോർഡിൻ്റെ വിവിധ അവരുടെ ഇടത്താവളങ്ങളിൽ, അതുപോലെ തന്നെ ചില ഓഫീസുകളിൽ അത്തരത്തിൽ അത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് മാത്രമല്ല, അപ്പോൾ എല്ലാവർക്കും അത്തരത്തിൽ ഈ ഇലക്ട്രോണിക് സംവിധാനം ഉള്ളവരാണ് എന്ന്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ അറിയാവുന്നവരാണ് എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മളങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ഡിജിറ്റലൈസേഷനിലേക്ക് അങ്ങനെ രാജ്യവും നാടും എല്ലാം പൂർണ്ണമായി എത്തിയ അർത്ഥത്തിലല്ല. പക്ഷേ അവിടെ എത്തുന്നതായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതും, അപ്പോൾ അവിടെ തിരക്ക് അത്തരം കാര്യങ്ങൾ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പ്രായക്കാരും അവിടെ വരുന്നവരിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പല ഭാഷക്കാരും ഒക്കെ ഉള്ളവരാണ്. അവർക്ക് സൗകര്യങ്ങൾ അവിടെ വരുന്നത് ആരായിരുന്നാലും ആ വരുന്നതായ തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, വളരെ കുറച്ച് സമയം കൊണ്ട് അവർക്ക് സൗകര്യപ്രദമായി അവിടേക്ക് എത്തിച്ചേരാനും ദർശനം നടത്താനും പോകാനും ഉള്ള കാര്യങ്ങളാണ് ഏർപ്പെടുത്തുക. അതിനിപ്പോൾ അവരുടെ വരേണ്ട വഴി സംബന്ധിച്ചു ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്തരം ഒരു യോഗത്തിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് അവിടെ ചർച്ച നടത്തിയതിന് ശേഷം മാധ്യമങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടുള്ള ആ ഒരു വർത്തമാനങ്ങളിൽ നിന്ന് തന്നെ അറിയാമല്ലോ, ചില സ്ഥലങ്ങളിൽ കൂടി പോകുമ്പോൾ, ഇപ്പോൾ ഇത് അവിടെ പോയിട്ടുള്ള ആളുകൾ, നമ്മളിപ്പോൾ ഇതിൽ തന്നെ രാഹുലൊക്കെ പങ്കെടുക്കുകയാണല്ലോ, ചില വഴികളിൽ വല്ലാതെ തിരക്കായിരിക്കും. നമ്മൾ ശ്രമിച്ചിരുന്നാലും നമ്മൾ അങ്ങോട്ട് പോയി പോകുമ്പോൾ മണിക്കൂറുകളോളം നമ്മളിങ്ങനെ വല്ലാതെ, അത് ട്രാഫിക് ജാമെന്നല്ല മാധവ് പറയുക, വി വിൽ ബി സ്റ്റക്ക് എന്നുള്ള നിലയിലേക്കാണ്. ശരിയാണ്, തീർത്ഥാടകരാണ് അവർ. തീർത്ഥാടകർ അത്തരത്തിൽ അയ്യപ്പസ്വാമിയെ കാണാനായി വരുന്നവരാണ്, കല്ലും മുള്ളും ചവിട്ടി വരുന്നവരാണ്, എല്ലാ കഷ്ടപ്പാടുകളും സഹിക്കാനായി അത്തരത്തിൽ അതെല്ലാം തങ്ങളുടെ ഈ ഒരു വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അതെല്ലാം അത്തരത്തിൽ ഉൾക്കൊള്ളുന്നവരാണ് എന്ന് നമുക്ക് പറയാമെങ്കിലും അവർക്ക് കുട്ടികൾ മുതൽ വളരെ വൃദ്ധരായിട്ടുള്ളവർ വരെ, നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും വരെ അത്തരത്തിൽ വരുമ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ, അവർക്ക് മറ്റ് വിധത്തിലുള്ള ഗതാഗത കുരുക്കൾ ഉണ്ടാകാതിരിക്കുക,
ശുചിത്വം ഉറപ്പുവരുത്തുക, മാലിന്യ നിർമ്മാർജ്ജനം അവിടെ ഉറപ്പുവരുത്തുക, അവിടുത്തെ അത്തരത്തിൽ വോളണ്ടിയർമാരും സന്നദ്ധ സേനാംഗങ്ങളുമായി അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ആരോഗ്യ പരിരക്ഷയും ഇവരുടെ ആരോഗ്യ പരിരക്ഷയും ചികിത്സയും അടക്കമുള്ള കാര്യങ്ങൾ നാം ഉറപ്പുവരുത്തുക. അവിടെ എത്തുമ്പോൾ അവിടെ മുന്നിലേക്ക് എത്തുമ്പോൾ അവിടെ അവർക്ക് ആ ക്യൂവിൽ വളരെ കുറച്ചു നേരം മാത്രം നിൽക്കുക എന്നുള്ളത് സൗകര്യപ്രദമായി അവർക്ക് ദർശനം നടത്തി മടങ്ങി പോവുക. ഇതാണ് നമ്മുടെ പരമമായ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ശരി.